بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പുണ്യമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന്റെ ഒരുക്കങ്ങളിൽ പരിശുദ്ധമായ 2 ഹറമുകളും തയ്യാറായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഹജ്ജ് കർമ്മത്തിന് പോകേണ്ട ഹാജിമാർ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും തയ്യാറെടുപ്പുകളിലും യാത്രകളിലുമായി വ്യാപൃതരായി കഴിഞ്ഞു. ഈ സാഹചര്യം ഈ പ്രപഞ്ചത്തിൽ അനിഷേധ്യമായി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സന്ദേശം ഉണ്ട്. ഹജ്ജ് ഒരു മഹത്തായ തൗഫീഖ് ആണ് എന്ന്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആയുസ്സിന്റെ അനർഘ സൗഭാഗ്യമായി, ആയുസ്സിന്റെ അനിവാര്യ കർമ്മമായി സാധ്യമാകുന്ന ആളുകൾക്ക് മതം നിർബന്ധമാക്കിയിരിക്കുന്ന ഹജ്ജ്, അത് പണത്തിലും അതുപോലെ തന്നെയുള്ള ആരോഗ്യപരമായ കാര്യത്തിലും സ്വാധീനങ്ങളിലും അല്ല, അത് ആഗ്രഹം, ആത്മാർത്ഥത എന്നതിൽ അധിഷ്ഠിതമാണ് എന്നതും അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പണം ഉണ്ടായിട്ട് കാര്യമില്ല, എന്ന പണം ഇല്ലാഞ്ഞിട്ടും കാര്യമില്ല. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനശ്വരമായ ഒരു വിളിയാളം കേട്ടു എന്ന തരത്തിലേക്ക് നമ്മെ ചിത്രീകരിക്കപ്പെടാനും അള്ളാഹുവിങ്കൽ അങ്ങനെ പരിഗണിക്കപ്പെടാനും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉൾക്കടമായ ഒരു മോഹം ഹജ്ജിനോട് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഹജ്ജിന്റെ സ്വീകാര്യതയിലേറെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരൊറ്റ വിളിക്ക് ഇത്ര കണ്ട് ആഴത്തിലുള്ളതായ ശക്തി ഉണ്ടാകുമെന്നത് ലോകത്ത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ മഹാന്റെ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഹാജിമാർക്ക് വേണ്ടിയുള്ള സൗകര്യപ്പെടുത്തലുകളും അള്ളാഹു കബൂലാക്കിയതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ആ ഒരൊറ്റ വിളി. ആ കാലഘട്ടത്തിനപ്പുറത്തേക്കും യുഗങ്ങൾ താണ്ടി അപ്പുറത്തേക്ക് മനുഷ്യ ഹൃദയങ്ങളിൽ കല്ലിൽ കൊത്തിയ പോലെ ഒരു മോഹമായി നിലനിർത്തിയത് ആ വിളിയുടെ ശക്തിയാണ്. അമലിലേക്കുള്ള വിളി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത പോലെ അമലിലേക്കുള്ള വിളി അനുസ്യൂതം ഈ ലോകത്ത് നിരന്തരം ഓരോ നിമിഷവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ വാങ്കിന് നമ്മൾ പറയുന്നത് അദാൻ എന്നാണ്. അദാൻ ഒരു പ്രഖ്യാപനം എന്നാണ് ഇതിനർത്ഥം. അദാൻ അത് ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അദാൻ ഒരു അമലിന്റെ പ്രഖ്യാപനത്തിന് ഉപയോഗിക്കുന്ന പ്രയോഗമാണെങ്കിൽ അതേ പ്രയോഗമാണ് ഹജ്ജിന്റെ വിളിയാളമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനത്തെയും ഖുർആൻ പരിചയപ്പെടുത്തി. അദാൻ കൊടുക്ക് എന്ന് പറഞ്ഞത് പ്രഖ്യാപനം അറിയിക്ക്, പ്രഖ്യാപനം എത്തിക്ക്. ജനങ്ങളിൽ ഹജ്ജ് കൊണ്ട് അങ്ങ് പ്രഖ്യാപനം നടത്ത് എന്നാണ്. ജനങ്ങളെന്നാ പറഞ്ഞത്. ഈ പ്രഖ്യാപനം കേട്ടവർ എവിടെ എന്ന് ചോദിച്ചാൽ, ഈ പ്രഖ്യാപനം ഗർഭാശയത്തിന്റെ ഇരുട്ടിൽ ഒരു മനുഷ്യരൂപമായി കൊണ്ടിരിക്കുന്ന, ഒരു മനുഷ്യന്റെ ഘടനയിലേക്ക് പരിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭ്രൂണത്തിൽ പോലും ആ വിളിയുടെ ഒരൽപ്പം സ്പർശിതം ഉണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ശക്തമായ വിളിയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു പ്രാവശ്യം ആ വിളി, ആ ശബ്ദവീചികൾ ആ ചുണ്ടുകൾക്കിടയിൽ നിന്നും പുറത്തു പോയാലും അതിങ്ങനെ ധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ പ്രകമ്പനമായി കൊണ്ടിരിക്കുകയാണ്, പ്രതിധ്വനികളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇങ്ങനെ അത് അലയടിച്ചുകൊണ്ടിരിക്കുക. അത് കേൾക്കാൻ കഴിയുന്ന ഹൃദയങ്ങളായി അള്ളാഹു നമ്മെ ഖബൂലാക്കട്ടെ. അതങ്ങനെ കേട്ടാൽ ഒരു ഭ്രൂണ അവസ്ഥയിലുള്ള സൃഷ്ടിക്ക് പോലും അതിൽ പങ്കാളിത്തം ഉണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒറ്റ പ്രാവശ്യം നടത്തിയതിന് ഇത്രയും ശക്തിയെങ്കിൽ 5 വഖത്തിലും നിരന്തരം കേട്ടിട്ടും ഒരു ഹയ്യ അലസ്സലയ്ക്ക് ആത്മാർത്ഥമായ ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ 2 വിളിക്കും 2 അർത്ഥങ്ങളാണ്, അല്ലെങ്കിൽ ആ 2 വിളി നടത്തിയ വ്യക്തിത്വങ്ങളുടെ വലിപ്പ വ്യത്യാസങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ഈ വിളിയെക്കുറിച്ച് പറയുന്ന ആയത്തിൽ വിളിച്ച ആളെ കുറിച്ചും പറയുന്നുണ്ട്, വിളി കേട്ടവരെ കുറിച്ചും പറയുന്നുണ്ട്, വിളിക്ക് ശേഷമുള്ള പ്രതികരണത്തെയും പറയുന്നുണ്ട്. ദുർഘടമായ വഴികളെ താണ്ടി വരുന്ന ആ വിളി കേട്ടവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സരളമായ വഴിത്താരകളിലൂടെ ഹജ്ജിലേക്ക് സമീപിച്ചവർ എന്നല്ല പറഞ്ഞത്. ആ വിളി എത്തിയോടത്ത് നിന്നും ജനങ്ങൾ വരുന്നത് റിജാല, നടന്നു വരുന്നവരുണ്ടാകും. എത്രയോ ആളുകൾ, അത് വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല. മഹ്ദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ 30 വട്ടം നടന്നാണ് ഹജ്ജിന് പോയിട്ടുള്ളത്. ഒരുപാട് മഹാന്മാർ അങ്ങനെയാണ്. മഹാനായ മടവൂർ സിയം വലിയുല്ലാഹി തങ്ങളുടെ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വാപ്പയുടെ വാപ്പ മഹാനായ കുഞ്ഞുമാഹിൻ കോയ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, മഹാനവറുകളൊക്കെ നടന്നിട്ടാണ് ഹജ്ജിന് പോയത്. 2 വട്ടം നടന്ന് ഹജ്ജിന് പോയതായ ചരിത്രത്തിൽ കാണാൻ. മലയാള നാട്ടിൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അത് വലിയൊരു സംഭവമൊന്നുമല്ല. അതിൽ വലിയ ഒരു പ്രതിഷ്ഠയെ സങ്കല്പിക്കേണ്ടതൊന്നുമില്ല. ഒരാൾ നടന്നു പോയി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു ആരാധനാ സ്വഭാവം പോലും സമൂഹം വെച്ച് കെട്ടുന്നതൊക്കെ ഈ സമീപകാലത്ത് കണ്ടു. അതിന്റെ ഒന്നും ആവശ്യമില്ല. അർഹതയില്ലാത്തോടത്തേക്ക് ആരെയും പിടിച്ചു കയറ്റിയാൽ അവർ വലുതാവല്ല, സത്യത്തിൽ അവർ അധപ്പതിക്കുക ചെയ്യാം. മലയാള നാട് സമീപകാലത്ത് അതിനൊക്കെ സാക്ഷിയായതാണ്. ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ സന്ദർഭം അങ്ങനെയൊക്കെ വഴി ഒരുക്കുമെന്ന് നാം മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിമി വിളി കേട്ടവർ നടന്നാണ് വരേണ്ടതെങ്കിൽ നടന്നു വരും. എത്രയോ ആഫ്രിക്കയിലെ സഹോദരന്മാർ, ഈജിപ്തിലെ സഹോദരന്മാർ, ഫലസ്തീനികൾ, പാകിസ്ഥാനികൾ, എത്രയോ ആളുകൾ നടന്നു വരുന്നത് നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ വഅലാ കുല്ലി ളാമിർ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, സഞ്ചാരയോഗ്യമല്ല എന്നാലും ഒരു മെലിഞ്ഞ ഒട്ടകം ഇടുങ്ങിയ വഴിയിലൂടെ വന്നാൽ അങ്ങനെ ആ വഴിയിലൂടെ ഒരു യാത്രയാകൂ ഒരു ഹാജി. ആ വാഹന സൗകര്യത്തിൽ അങ്ങനെ വരുമെന്നും പരിശുദ്ധ ഖുർആൻ. അതാ വിളിയുടെ ശക്തിയാണ്. ആ വിളി കേട്ടാൽ പണം വേണ്ട, പണം വരും. ആ വിളി കേൾക്കുന്നോടത്തേക്ക് നമ്മുടെ ഉൾക്കടമായ ആഗ്രഹത്തെയും മനസ്സിന്റെ പ്രതിജ്ഞയെയും നമ്മുടെ താല്പര്യത്തെ അങ്ങോട്ട് എത്തിക്കുക എന്ന പരിശ്രമമാണ് അതിന് നമുക്ക് നിദാനമായി വരുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതാണ് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത്, പണം എന്നത് ഹജ്ജിന്റെ മാനദണ്ഡമല്ല. അത് പ്രത്യക്ഷത്തിൽ പറയാവുന്ന ചില കാരണങ്ങളാണ്. ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥന വഴിക്ക് വരും, പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇജാബത്ത് അതിന്റെ പിന്നാലെ വരും, പണം ഒഴുകും. ഒരു ഇബ്രാഹിമി സ്നേഹം അല്ലാഹുവിന്റെ ഖുർആനിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പാദത്തെ പിന്തുടരണം, അതുപോലെ പകർത്തുന്നതിന് ഇത്തിബാ എന്ന് പറയാം. ഇബ്രാഹിം നബി കാല് വെച്ചോടത്ത് കാല് വെക്കുക, ഇബ്രാഹിം നബി കാല് വെച്ച് പോയത് പോലെ ചെയ്യുന്നല്ല പറഞ്ഞത്. ഇത്തബഅ യത്തബിഉ എന്ന് പറഞ്ഞാൽ കാല് വെച്ചോട് തന്നെ വെച്ചു പോകലിന് ഇത്തിബാ എന്ന് പറയാം. മതം അങ്ങനെയാണ്, ഒരു അനുകരണമാണ് ഈ മതം. ശറഅ ലക്കും മിനദ്ദീൻ മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂർവികരെ അനുകരിക്കലും അനുധാവനം ചെയ്യലും ഇത്തിബാഅ് ചെയ്യലും, അതാണ് മതം എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെ പരിഷ്കരിക്കുന്നവര് ഒരു പുതിയത് കൊണ്ടുവന്നാൽ മുസ്ലിം സമൂഹം പുച്ഛത്തോടുകൂടെ അവരെ വലിച്ചെറിയും. ഇത്തിബാഅ്, ഇബ്രാഹീമി സ്നേഹം. ഇബ്രാഹീമി സ്നേഹത്തെ എവിടെ മാറ്റിവെക്കാൻ കഴിയാ? ഇബ്രാഹിമി സ്നേഹത്തിന് ഉതിർന്നു വരുന്ന ഒരു ജീവിത ശൈലിയും അതുപോലെ തന്നെ ഒരു ആത്മീയമായ ചിന്തകളും ഹജ്ജിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കാം. ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന നിസ്കാരത്തിന്റെ അകത്തളത്തിൽ പോലും ഒരു ഇബ്രാഹിമി ശബ്ദമുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം. ലേ നിസ്കാരത്തിന്റെ ഫർദുകളിൽപ്പെട്ടതാ സ്വലാത്ത് ചൊല്ലൽ. അതിന് ഈ സ്വലാത്ത് മുഹമ്മദ് റസൂൽ ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എങ്ങനെയാ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ നബിയെ എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ സിഹാഹിന്റെ കിതാബിലുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയാ സ്വലാത്ത് അല്ല, എങ്ങനെ കമാ സല്ലൈത അലാ ഇബ്രാഹീം. മറക്കാൻ കഴിയില്ല. മനുഷ്യനെ മാറ്റി നിർത്തിയിട്ട് ഒരു നന്മമാർക്കും പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഇബ്രാഹിമി അനുകരണം. ഹജ്ജ് തുടങ്ങിയത് ഇബ്രാഹിം നബി അല്ല. ഹജ്ജിന്റെ ഒരു വലിയ വിളംബരം ഇബ്രാഹിമി കാലഘട്ടത്തിൽ. ആ വിളംബരത്തിന്റെ ശക്തിയാണ് നമ്മൾ പറയുന്നത് ഹജ്ജുൽ തൗഫീഖ് എന്ന്. ആ വിളംബരത്തിന്റെ പ്രകമ്പനങ്ങൾ അത് ഭാവിയിലേക്കും ഭൂതത്തിലേക്കും വർത്തമാനത്തിലേക്കും ഒരുപോലെ ആയിരുന്നു. ഒരു മനുഷ്യൻ ഈ ഭൂമിയെ അനുഗ്രഹീതമാക്കാൻ വേണ്ടി പാദമൂന്നി നസല ബിൽ ഹിന്ദ് എന്നാണ് ഹദീസിലുള്ളത്. ആ മനുഷ്യനാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ആ മനുഷ്യൻ പാദമൂന്നി അനുഗ്രഹീതമാക്കാൻ എന്ന് കരുതി കൂട്ടി തന്നെ പറഞ്ഞതാണ്. ആ മനുഷ്യന്റെ മക്കളെ കുറിച്ച്, ഭൂമിയിൽ പിറന്ന മക്കളെ കുറിച്ച് പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം എന്നാണ്. അല്ലാഹു ആദരിച്ചവരാ ആ മനുഷ്യന്റെ മക്കൾ. ആ മക്കള് ആദരണീയ വ്യക്തിത്വമായ പിതാവിന്റെ മക്കളാണ്. ആ പിതാവിനോടുള്ള ആദരവാണ്. ആ മനുഷ്യൻ ഇവിടെ 90 ഹജ്ജുകൾ നിർവഹിച്ചതിൽ ഫത്ഹുൽ മുഈൻ അടക്കം പറയുന്നുണ്ട് 40 എണ്ണവും മഹാനവറുകൾ ഇവിടെ നിന്ന് നടന്നിട്ടാ പോയത്. നേരത്തെ പറഞ്ഞ ഇബ്രാഹിമി വിളിയുടെ അലൈഹിസ്സലാം ആ ശക്തിയും ആ വിളിയുടെ അനശ്വരതയും അതിന്റെ വിശാലതയും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വിളി വർത്തമാന സാഹചര്യത്തിലെ സാധാരണ ഒരു പ്രകമ്പനത്തിനപ്പുറം ഭാവിയിലേക്ക് എന്ന പോലെ തന്നെ ഭൂതത്തിലേക്കും ഒക്കെ ഉണ്ട് എങ്കിൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളം പൂർവികരും കേട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അനുമാനിച്ചു പോവാണ്. 40 വട്ടം മഹാനായ ആദം അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്നും നടന്നാണ് ഹജ്ജിന് പോയിട്ടുള്ളത്. ഹജ്ജുൽ തൗഫീഖ് മുഅ്മിനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുർഘടമായ സാഹചര്യങ്ങളൊന്നും ഹജ്ജിന്റെ മുന്നിൽ ഒരു പ്രതിബന്ധമല്ല, പ്രതിസന്ധിയല്ല. ആഗ്രഹിച്ചാൽ മതി. നേരത്തെ ഒരു സ്വലാത്ത് പറഞ്ഞല്ലോ, ഇബ്രാഹിമി സ്പർശമുള്ള ഒരു വചനം നിസ്കാരത്തിന്റെ അകത്ത് പോലും. ആ സ്വലാത്തിന്റെ വർധനവ് ഒരു പക്ഷെ ഒരു മനുഷ്യനെ ഇബ്രാഹിമി ചര്യകളിലേക്ക് അടുപ്പിക്കാണ്. ആരാ ഇബ്രാഹിം അലൈഹിസ്സലാം? മാനവകുലം കണ്ട രണ്ടാമത്തെ മഹാൻ. മാനവകുലം കണ്ട രണ്ടാമത്തെ മഹാൻ. അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഇബ്രാഹിം. പരിശുദ്ധമായ ഖുർആനിൽ 69ഓളം ഇടത്ത് അള്ളാഹു പേര് പറഞ്ഞത് സയ്യിദുനാ ഇബ്രാഹിം. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ രണ്ടാമത്തെ മഹാൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ചെറിയ ആളൊന്നുമല്ല. ആ പേര് പോലും ഒരു അറബി വേർഡല്ല. പിന്നീട് അതിനെ അറബിയാക്കണം. ഖുർആനിൽ ഉദ്ധരിക്കപ്പെടുക വഴി അത് അറബിയാക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അതിന്റെ ബേസ് അറബിയല്ല. ഇസ്ലാമിക ചരിത്രത്തിനപ്പുറം മനുഷ്യ സിവിലൈസേഷന്റെ ഏറ്റവും പ്രഫുല്ലമായ കാലം എന്ന് പറയുന്ന BC 2000 മെസപ്പൊട്ടോമിയൻ സംസ്കാരവും മറ്റുമൊക്കെ ഈ ലോകത്തൊരു ചരിത്ര ചർച്ചയായി നിൽക്കുന്നിടത്ത് സയ്യിദുനാ ഇബ്രാഹിം ഭൂമിയുടെ ആസ്ട്രോണമിക്കലും ജോഗ്രഫിക്കലുമായ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന ഭൂമധ്യരേഖയും മറ്റുമൊക്കെ ഈ ഭൂമിയിൽ ആദ്യം ആവിഷ്കരിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബയുടെ പുനർനിർമ്മാണം, കഅബയുടെ സ്ഥാന നിർണയം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം വലഖദ് ബവ്വഅനാ ലി ഇബ്രാഹിം മകാനൽ ബൈത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ കഅബ എന്ന് പറയുന്ന ഒരു നാൽക്കെട്ട്, ഒരു കെട്ടിടം, ഒരു സമുച്ചയം എവിടെ പണിതാലും അത് കഅബേ. പക്ഷേ അതിനും ഒരു സ്ഥാനം ഈ ഭൂമിയുടെ ജോഗ്രഫിക്കൽ മെത്തേഡിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു പൊക്കിളിന്റെ സ്ഥാനം, ഭൂമിയുടെ മധ്യം. അങ്ങനെയാണ് ഭൂമധ്യരേഖയിലൂടെ ഏറ്റവും കൂടുതൽ ഉഷ്ണം ഈ ഭൂമിയിൽ രേഖപ്പെടുത്താൻ പറ്റിയ ഒരു ഇടം കഅബയുടെ പരിസര. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ചൂടിലും ഈ സ്വഹാബികൾ എങ്ങനെ ഇവിടെ ജീവിച്ചു എന്ന്. ഈ ചൂടിലും ഒരുപാട് നാഗരികതയുടെ പൈതൃകങ്ങൾ എങ്ങനെ ഇവിടെ പിറന്നു എന്ന്.
മനുഷ്യ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യം എന്ന് പറയാവുന്ന ഒരു ക്ലൈമറ്റിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ മുന്നിൽ എങ്ങനെ പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചു എന്ന്, എങ്ങനെയാണ് അവിടെ ധാർമ്മികത വളർന്നതെന്ന്. കാരണം പ്രതികൂല സാഹചര്യത്തിൽ ക്ഷീണവും തളർച്ചയും അതൊരു അമലിന്റെ രംഗങ്ങളിൽ മനുഷ്യനെ തളർത്തുന്ന ഒരു സാധാരണ ജീവിതത്തിൽ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമാണ്. അങ്ങനെയുള്ളടത്ത് പുല്ലുമുളയ്ക്കാത്ത, കൃഷിക്ക് പ്രതീക്ഷയില്ലാത്തോടത്ത എന്റെ തലമുറയെ ഞാൻ പാർപ്പിച്ചതെന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് പറഞ്ഞത് എങ്ങനെയാണ്? മഹാനവറുകൾ പ്രിയപ്പെട്ട കുടുംബത്തെ കൊണ്ടുവന്ന് മക്കയുടെ പരിസരത്ത് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പരിഷ്കാരിയുടെ എഴുത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഉപേക്ഷിച്ചു എന്നുള്ളതിന് പറയാം. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് പറഞ്ഞത് ഞാൻ പാർപ്പിച്ചു എന്ന് പറഞ്ഞു. മഹാനവറുകൾ റബ്ബനാ ഇന്നി അസ്കൗതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറ ഇൻദ ബൈതികൽ മുഹറം ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. എന്തൊരു അർത്ഥമാണ് ഈ ആയത്ത്. ഇത് ആയത്തായി പറഞ്ഞത് ഇബ്രാഹിമി വചനങ്ങളെ ഉദ്ധരിക്കലാണ്. ഖുർആൻ വഹി, അല്ലാഹുവിന്റെ കലാം ഇബ്രാഹിം പറഞ്ഞതിനെ അലൈഹിസ്സലാം പിൽക്കാലത്തെ വഹിയിന്റെ ധ്വനിയായി അനശ്വര വചനമായി. അന്ന് ഇബ്രാഹിം നബി ദുആ വാക്കുകളായത് പിന്നീട് ഖുർആന്റെ ആയത്തുകളായി. ഖുർആന്റെ ആയത്തിലേക്ക് ഒരാളുടെ ഉദ്ധരണികളെ, വാഗ്ദോരണികളെ ചേർക്കപ്പെടണമെങ്കിൽ വഹിയോളം വലുതാണ് ആ മനുഷ്യന്റെ ഉച്ചാരണത്തിന്റെ പക്വത. റബ്ബനാ, പ്രിയപ്പെട്ട അല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൗതു, റബ്ബേ ഞാൻ വീട് കെട്ടി പാർപ്പിച്ചിരിക്കുന്നു. അല്ലാഹ്, മസ്കൻ അറബിയിൽ സമാധാനമുള്ള വീട് എന്നതിനർത്ഥം. വീട് എന്നതിന് പലതും പറയാറുണ്ട്. മഅ്വ പറയാറുണ്ട്, മൽജ പറയാറുണ്ട്, ബൈത്ത് പറയാറുണ്ട്, മൻസിൽ പറയാറുണ്ട്, ദാർ പറയാറുണ്ട്, പലതും പറയും. മസ്കൻ, സമാധാനമുള്ള ഒരു ഇടത്തിനെ മസ്കൻ എന്ന് പറയും. സുകൂൻ, സകീനത്ത്. അല്ലാഹുവേ, ഞാൻ എന്റെ തലമുറയെ ദുർരിയത്ത് എന്ന പ്രയോഗം, ദുർരിയത്ത് മക്കൾ മാത്രമല്ല, മക്കളുടെ മക്കള്, അവരെ ഞാൻ പാർപ്പിച്ചു എന്നാ പറഞ്ഞത്. അതും സമാധാനമുള്ള ഒരിടത്ത്. പിന്നെയാണ് ചില പേന ഉന്തികൾ ഇസ്ലാമിനെ പരിഷ്കരിക്കുന്നവർ അവരുടെ പരിഭാഷയിൽ ഈ ആയത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം കണ്ടിട്ട് പറയാണ്, ഇബ്രാഹിം ഉപേക്ഷിച്ചു. ഇബ്രാഹിം അവന്റെ മുത്താപ്പട മോനല്ലേ, അലൈഹിസ്സലാം പോലും പറയാതെ ഇബ്രാഹിം ഉപേക്ഷിച്ചു. മലയാളത്തിലുണ്ട് പരിഭാഷ. ഈ സമുദായത്തെ തകർത്തതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ ഖുർആനിന്റെ ഇത്തരത്തിലുള്ള നിലവാരമുള്ള പരിഭാഷകളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ ഗംഭീരമായ ഖുർആൻ അവതരിപ്പിക്കാം. അപ്പോഴുണ്ട് പരിഭാഷ കൊണ്ട് ഇവൻ ഇങ്ങനെ പരിഹസിക്കാം. അങ്ങനെ നമുക്ക് തോന്നാം. ബിവാദിൻ ഗൈരി ദീ സറ. ഓ, ആ മനുഷ്യന്റെ ഒരു പ്രകൃതി ചിന്ത, ഒരു സമൂഹം, ഒരു സമൂഹം, ഒരു തലമുറ ഇവിടെ വളരണമെങ്കിൽ പ്രധാന ഘടകം ഇവിടെ ഇല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇന്ദ ബൈത്തുൽ മുഹറം, നിന്റെ ബറക്കത്തുള്ള കഅബയുടെ പരിസരത്ത് അതെനിക്കറിയാം. ഭാവിയിൽ ഇവിടെ കഅബ വരാനുണ്ട്. ഇവിടെ എവിടെയാണ് കഅബ? അങ്ങനെയുണ്ട്. ഒരു നല്ല കർഷകനറിയാം എവിടെയാ വെള്ളം കിട്ടാനുള്ള ആ ഭൂമികയുടെ പ്രത്യേകത അറിയാൻ കഴിയും. ഇവിടെ ഏത് ചെടി നട്ടാൽ ഏത് കൃഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിജയിക്കുക എന്ന് നല്ലൊരു കർഷകനറിയും. ഇബ്രാഹിം നല്ല കർഷകനായിരുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രകൃതിയാണ്, ഭൂമിയുടെ ജോഗ്രഫിക്കൽ മെത്തേഡാണ്, ഒരു മനുഷ്യന്റെ ചരിത്രപരമായ അവഗാഹമാണ്, എല്ലാമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ വിളിയിലേക്ക് അല്ലാഹു ചേർക്കട്ടെ, ആ വിളിയിലേക്ക് അല്ലാഹു ചേർക്കട്ടെ. അതുപോലൊരു മനുഷ്യൻ വേറുണ്ടോ? എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ സയ്യിദുനാ ഇബ്രാഹിം അല്ലാഹുവോട് ദുആയിരുന്നു, അല്ലാഹുവേ, കൃഷിയില്ലാത്ത ഒരു ഭൂമികയിലാ എന്റെ തലമുറയെ ഞാൻ ഇവിടെ പാർപ്പിച്ചിട്ട് പോകുന്നത്. ഒരു തവക്കുലാണ്. നിന്റെ പരിശുദ്ധമായ കഅബയുടെ പരിസരം എന്നൊരു ബോധം എനിക്കുണ്ട് ഈ ഭൂമികയെ കാണുമ്പോൾ. എത്രത്തോളം
റബ്ബനാ ലിയുഖീമുസ്സലാം. പ്രതികൂല സാഹചര്യത്തിലും സമയബന്ധിതമായ നിസ്കാരം ഇവിടെ നിർവഹിക്കപ്പെടണമെന്ന ഒരു ഉദ്ദേശവും എനിക്കുണ്ട്. നിസ്കാരം പ്രതികൂല സാഹചര്യത്തിൽ, ഇന്ന് സുബഹിക്ക് മഴ പെയ്താൽ ആ സുബഹിയുടെ ജമാഅത്തിൽ ആള് കുറയുന്ന ഒരു പ്രതികൂല സാഹചര്യം നമുക്ക് പ്രതികൂല. നല്ല ചൂട് ഉണ്ട് എങ്കിൽ അമലിൽ ആളുകൾ അങ്ങനെ ഉണ്ട്. എന്നാളെ ഒരാൾ പറഞ്ഞു, ആ പള്ളിയിലെ ഞാൻ ജമാഅത്തിന് പോവാ, എന്താ കാര്യം, അവിടെ AC ഉണ്ട്. അങ്ങനെയാണ് താല്പര്യങ്ങൾ, അങ്ങനെ പോവാം. അതിന്റെ പുറകെ ഇബാദത്തിനെ വെച്ച് കെട്ടുന്നൊരു പ്രകൃതം അള്ളാഹു നന്നാക്കി തരട്ടെ. അവിടെ ആ ഇബ്രാഹിമി ജീവിതത്തിന്റെ ഏറ്റവും പ്രഫുല്ലമായ ഒരു വെളിച്ചം നമുക്ക് കാണാനുണ്ട്. ഏതായാലും മഹാനവറുകളുടെ വിളിയാളം, ആ ഇബ്രാഹിമി സ്നേഹം കിട്ടിയാലേ ആ വിളി കേൾക്കാൻ കഴിയും. എന്നാൽ ഹജ്ജിന് പണം വേണ്ട, ഹജ്ജിന് തൗഫീഖ് മതി. ആ തൗഫീഖിന് പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥനയിലേക്ക് അള്ളാഹു നമ്മെ ഒരുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖലീലിനോടൊരു മഹബ്ബത്ത് വേണം. മഹാന്മാരായ സൂഫിയാക്കൾ പറയാറുണ്ട്, ഒരു മനുഷ്യ ജീവിതത്തിൽ ഇബ്രാഹിമി സ്വലാത്തിന്റെ നിരന്തരമായ ഉച്ചാരണങ്ങൾ, ഇബ്രാഹിമി സ്വലാത്തിന്റെ ഒരു അഭേദ്യ ബന്ധമുണ്ടെങ്കിൽ ഹജ്ജിനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞത് വെറുതെയല്ല. നിസ്കാരത്തിൽ ചൊല്ലിപ്പറാറുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് അങ്ങോട്ട് വർദ്ധിപ്പിക്കാം. അതൊരു ഇബ്രാഹിമി സ്നേഹമാണ്. ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഓർമ്മകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട സമയം എപ്പോഴാണ്? ഹജ്ജിന്റെ സമാനിയായ മീഖാത്തുകൾ. ഹജ്ജിന്റെ സമാനിയായ മീഖാത്തുകൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണയിലൂടെ എങ്ങനെ പോവാം? എന്നിട്ടോ പിന്നീട് പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് കർമ്മത്തിലേക്ക് കയറുന്നു. ഇബ്രാഹിമി സ്മരണകളാണ്. ഏതായാലും മഹാനവരുകളുടെ ഈ പ്രഖ്യാപനം ജബൽ അബുൽ ഖുബൈസ് പർവതത്തിന്റെ മുകളിൽ എന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നു. തഫ്സീറുൽ ജലാലൈൻ ഫനാദാ അലാ ജബൽ അബി ഖുബൈസ് യാ അയ്യുഹൻ നാസ് ഇന്ന റബ്ബക്കും ബനാ ബൈതൻ വഔജബ അലൈക്കുമുൽ ഹജ്ജ ഇലൈഹി ഫഅജീബു റബ്ബക്കും വൽതഫത ബിവജ്ഹിഹി യമീനൻ വശമാലൻ വശറഖൻ വഗർബ. നാല് ദിക്കിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് അല്ലാഹു ഹജ്ജ് നിങ്ങളെ അറിയിക്കാനായി എന്നെ ഏൽപ്പിച്ചു. ഹജ്ജ് അല്ലാഹു നിങ്ങൾക്ക് ഫർദാക്കി. മഹാന്റെ പ്രഖ്യാപനം കേട്ടോളൂ. ഫഅജാബഹു കുല്ലു മൻ കുതിബ ലഹു അൻ യഹുജ്ജ മിൻ അസ്ലാബിർ റിജാൽ വഅർഹാമിൽ ഉമ്മഹാത്. ക്രോമസോമിന്റെ രൂപത്തിൽ പോലും ശരീരത്തിൽ പിതൃത്വത്തിൽ കിടന്ന് തത്തിക്കളിക്കുന്ന ആ ചെറിയ അണുവിൽ പോലും ഈ വിളി എത്തിയിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആ വിളി കേട്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ആ വിളി കേട്ടവർ, ഇതുപോലെ ഉത്തരം ചെയ്തവർ, അങ്ങനെ ചെയ്തില്ലേലും ചെയ്തവരിലേക്ക് അള്ളാഹു ചേർത്ത് നിർത്തട്ടെ. അത് പിന്നീട് ഒരു ദുർഭാഗ്യമാണ്. ഒരു ചാക്ക് അടക്കാന്നല്ല പറയാ, അത് വിൽക്കാൻ കൊണ്ടോ, അതിന് ഏറ്റവും നിലവാരമുള്ള നല്ല നിറവും കളറും തൂക്കവും ഒക്കെ ഉള്ള അതിന്റെ കൂടെ അതേ നിലയും വിലയും നിലവാരവും ഒക്കെ കിട്ടും. ഒരു 10 ഇത്തിരി കളർ കുറഞ്ഞത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പറയാ അതും ചിരണ്ടി ചീമ്പി ഇതിന്റെ കൂടെ എവിടെയെങ്കിലും ഒന്ന് കുഴച്ചു മറിച്ചിട്ട ആ നല്ലതിലേക്ക് അതങ്ങോട്ട് ചേർത്താൽ നല്ലതിന്റെ അതേ വില തന്നെയാ. ഒറ്റയ്ക്ക് കൊടുത്താൽ കിട്ടാത്തതിന് ഇപ്പോൾ വിപണിയിലുള്ളത് അതാണ് പരിപാടി. സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കാൻ മഹാനായ സയ്യിദുനാ യൂസുഫ് നബിയുടെ ദുആ, അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ഇബ്രാഹിം ഈ വിളി കേട്ടവരിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. എല്ലാ വർഷവും നിർബന്ധമാകുമായിരുന്നു. ഹജ്ജിന് സൗകര്യം കിട്ടിയാൽ പിന്നെ മറ്റൊന്നും ആലോചിക്കല്ലേ. സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾക്ക് ഹജ്ജിന് സൗകര്യം ഉണ്ടെങ്കിൽ, ഹജ്ജിന് സൗകര്യമുണ്ട്, സാമ്പത്തികമായിട്ട് കഴിയും, എന്നാ പിന്നെ ഇങ്ങനെ സർക്കാരിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ആ നെറുക്കെടുപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നിനക്ക് പണമുണ്ടോ, ഉള്ള സൗകര്യത്തിൽ പോയിക്കോ. പക്ഷെ വേഗത്തിലാവണം. സർക്കാരിലേ പോവാൻ ഒരാൾക്ക് സാമ്പത്തികമായിട്ട് കഴിയൂ. അത് വിട്ടതിനപ്പുറത്തേക്ക് അയാൾക്ക് ഒട്ടുമേ പറ്റുന്നില്ല. അങ്ങനെങ്കിൽ കാത്തിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ
ആ സൗകര്യത്തെ ഉപയോഗപ്പെടുത്താം, അതിന് മതത്തിൽ എതിർപ്പില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഹാനായ ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അറാദൽ ഹജ്ജ, ഉള്ളിലൊരു തീരുമാനമുണ്ട് ഹജ്ജ് ഒന്ന് ചെയ്യണം, അങ്ങനെ ഉണ്ടോ? എന്നാ നിന്റെ സാഹചര്യത്തെ തീരുമാനിക്കേണ്ടത് നീയാ. എന്തേ ഈ കൊല്ലം സർക്കാരിൽ കൊടുത്തു, കിട്ടിയില്ല, ഉള്ളിൽ ഉദ്ദേശമുണ്ട്, ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്യണമെന്ന് ഉണ്ട്, ഈ കൊല്ലം സർക്കാരിൽ കൊടുത്ത് കിട്ടിയില്ല, എന്നാ കുഴപ്പമില്ല, എന്റെ കയ്യില് ഒരു 10 ഹജ്ജ് ചെയ്യാനുള്ളത് ബാങ്കിൽ കിടക്കുന്നുണ്ട്, അത് ആർക്കും അറിയില്ല, അറിയാവുന്ന ഒരാൾ മുകളിലിരിപ്പുണ്ട്, അള്ളാഹ്ക്കറിയാലോ. നിന്നെ സംബന്ധിച്ചിടത്തോളം ആ വർഷം തന്നെ അതിനുള്ള പരിശ്രമം, സാമ്പത്തികം നീ സാമ്പത്തിക അടിസ്ഥാനപ്പെടുത്തരുത്. ആ വർഷം പ്രൈവറ്റിലാണോ പോയേ പറ്റൂ. എന്തുകൊണ്ട്? മനുഷ്യന്റെ ആയുസ് എപ്പോ വേണമെങ്കിലും മുറിയാം, മനുഷ്യന്റെ തീരുമാനം എപ്പോ വേണമെങ്കിലും മാറി വരാം. അങ്ങനെ വന്നാൽ ആയുസിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിനക്ക് ഹജ്ജ് ഫറദായത് നിർവഹിക്കാതെ പിന്നീട് മരിക്കാൻ നേരം നീ മിസ്കിനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഹിസാബിൽ ഒഴിവല്ല. ഹജ്ജ് ഉദ്ദേശിച്ചോ എന്നാ വേഗം ചെയ്തോളൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ആലോചിച്ച് നോക്കണം, അതിന് മോളെ കെട്ടിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നിനക്ക് ജീവിച്ചു പോവാനുള്ളതൊരു മുറുക്കാൻ കടയാണ്, അത് വിറ്റാൽ ഹജ്ജിന്റെ പണം ഒക്കും എങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ആധികാരിക ശബ്ദം മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫ ഞാൻ വായിച്ചു പറയാം. മഹാനവറുകൾ പറയുന്നുണ്ട്, അങ്ങനെയാണ് നിന്റെ ജീവിത സൗകര്യം. ഒരു കടയുണ്ട്, അത് വിറ്റാൽ നിനക്ക് ഹജ്ജിന് പോവാം, നിനക്ക് ഹജ്ജ് ഫറളാ, നിനക്ക് ഹജ്ജ് ഫറളാ. വല്ല സഹ്വന്നഹു യൽസമുഹു സർഫു മാലി തിജാറതിഹി ഇലൈഹിമാ, ഹജ്ജിന് പോവാനുള്ള സാമ്പത്തികമായ ചിലവിലേക്ക്, യാത്രാ, ഭക്ഷണം പോലുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീ നിന്റെ സമ്പാദ്യത്തിന്റെ ഏറ്റവും മുഖ്യമായ ഭാഗമായ നിന്റെ കച്ചവടത്തിന്റെ ആസകലം വിൽക്കേണ്ടി വന്നാലും വിറ്റുകൊണ്ടതിലേക്ക് പണം മാറ്റണേ. ശഫഈ മദ്ഹബിന്റെ ഏറ്റവും അവസാനത്തെ വാക്കാണ് തുഹ്ഫ. ഹനഫി മദ്ഹബിലും ഈ കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയുണ്ട്, ഒരു 5 ലക്ഷം രൂപയുടെ കാർ ഉപയോഗിക്കുന്നുണ്ട്, കടമുണ്ട്, അതൊക്കെ ഉണ്ടാവൂലോ. കടങ്ങളിൽ ആദ്യം മുന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ കടമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിനക്ക് ഹജ്ജിലേക്ക് സാമ്പത്തികമായി കഴിയുന്നു, നിന്റെ കച്ചവട ചരക്കുകൾ അല്ലെങ്കിൽ ആ ചെറിയ കട വിറ്റ ഹജ്ജ് നിർബന്ധ, ഹജ്ജ് ചെയ്യാനുള്ള കാശുണ്ട്, എന്നാൽ അതിലേക്ക് നീ അത് തിരിക്കൽ നിനക്ക് നിർബന്ധമാണ്. അങ്ങനെയുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? വൽ ഹജ്ജു ലാ യുൻളറു ഫീഹി ലിൽ മുസ്തഖ്ബിലാത്ത്, ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ഇയാളെ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യം ശർഇലില്ല. ഹജ്ജ് കഴിഞ്ഞു വന്നാൽ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും എന്ന ചോദ്യം ശർഇലില്ല. എന്റെ മുഖത്ത് നിങ്ങൾ നോക്കണ്ട, തുഹ്ഫയില് വെളുത്ത കടലാസിൽ കറുത്ത മഷിയിൽ ഇല്ലെങ്കിൽ എന്റെ നേരെ നോക്കിയാൽ മതി. ഇതാണ് ഇസ്ലാമികമായ കർമ്മശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ, മോളെ കെട്ടിച്ചപ്പോ എത്രയാ കൊടുത്തത്? ആ പെൺകുട്ടിക്ക് ഹജ്ജ് നിർബന്ധമാണെന്ന് ചെവിയിലൊന്ന് പറഞ്ഞേക്കണേ. സ്വർണത്തിന്റെ വില എത്ര? 10 പവൻ സ്വർണം മകൾക്ക് ഹദിയ കൊടുത്തു വിട്ടതാണ്. സ്ത്രീധനം എന്ത് കുന്തം പറഞ്ഞാലും ശരിയാ, അത് കൊടുത്തോ? അത് മോൾക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടോ? അവളുടേതാണോ? ആ സെക്കൻഡിൽ അവൾക്ക് ഹജ്ജ് ഫർളായി. ഉസ്താദ് അത് കൊച്ചു കുഞ്ഞല്ലേ, 22 വയസ്സല്ലേ ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് പറയാനൊരു മടിയുണ്ട്, എന്റെ ഭാര്യ സ്വർണം വിറ്റാണ് ഹജ്ജിന് പോണേന്ന് പറയാൻ മടിയുണ്ട്. പക്ഷെ നല്ലൊരു മോട്ടിവേഷനാണ് ഇത്. എന്തുകൊണ്ട്? ഇതുണ്ടെങ്കിൽ ഹജ്ജ് ഫർളായി എന്നുള്ള ബോധം ഒരാൾക്കും തോന്നിയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, സ്വർണം കൊടുത്ത് മക്കളെ കല്യാണത്തിലേക്ക് അയക്കുമ്പോ അവരുടെ പേരിൽ സ്വർണ്ണമുണ്ട്, ആ സ്വർണം അവരുടേതായി എന്ന് വരുന്ന ആ നിമിഷത്തിൽ അവർക്ക് ഹജ്ജ് ഫർളായെന്ന ഒരു സാധാരണ അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? അതാ മോളോട് പറഞ്ഞു വെക്കൽ വാപ്പയുടെ ഉത്തരവാദിത്വം. ചെവിയിലൊന്ന് പറഞ്ഞേക്കണം, മോളെ വാപ്പ ഇത്ര സ്വർണ്ണമൊക്കെ നിനക്ക് തരുന്നുണ്ട്, ഇത്രയൊക്കെ തരുന്നുണ്ട്,
ഇത് മോളുടെ പ്രായപൂർത്തിയായിട്ടുള്ള ഈ സാഹചര്യത്തിൽ മോളുടെ യാത്രാപരമായ സൗകര്യങ്ങൾ, നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല ഇവിടെ. ഈ സാഹചര്യത്തിൽ ഈ സ്വർണം മോളുടേതാകുന്ന ആ നിമിഷം മുതൽക്ക് മോളുടെ അക്കൗണ്ടില് അള്ളാഹു ഹജ്ജ് ഫർളാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നിർവഹിക്കാൻ മറക്കല്ലേ. കിട്ടുന്ന സാഹചര്യം ഈ കഴിഞ്ഞ വർഷം സർക്കാർ തലത്തിൽ ഹജ്ജിന് പോയവരിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ പരിസരത്ത് നിന്ന് ഹജ്ജിന് പോയവരിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ്. 26 വയസ്സ് മുതൽക്കുള്ള പലരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഈ മൊബൈൽ ഷോപ്പൊക്കെ നടത്തുന്ന ചെറുപ്പക്കാർ പിള്ളേർ എത്രയുണ്ടായിരുന്നു. ആളുകൾക്ക് ആ ബോധമൊക്കെ വന്നോടിഞ്ഞു. സ്വർണം വിറ്റുപോയി എന്ന് പറയാൻ ഒരു നാണക്കേട് വിചാരിക്കണ്ട. അതൊരു മോട്ടിവേഷനാ. സ്വർണം ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് പോണെന്ന, വേറെ ഒന്നും ഇല്ലെങ്കിൽ. സ്വർണത്തോട് വിരോധമുള്ളതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ. തുഹ്ഫ അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഇബ്ലീസ് ശപഥം ചെയ്ത കഥ പറയുന്നുണ്ടല്ലോ ഖുർആൻ. വഴി പിഴപ്പിച്ചേക്കാന്ന് പറഞ്ഞു. അവൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്തെന്നറിയോ? ഹജ്ജിന്റെ വഴി മുടക്കുന്നാ പറഞ്ഞതിനർത്ഥം. ഒരു മനുഷ്യന്റെ ചിന്താഗതി ഇനിയിപ്പം വേണ്ട, കുറച്ച് വലുതാവട്ടെ, പിള്ളേരൊക്കെ ഒന്ന് കെട്ടിക്കട്ടെ, കുറച്ച് പ്രായമാവട്ടെ. എവിടെ പ്രായം? 90 വയസ്സെത്തി വെള്ളം തൊട്ടുകൊടുത്ത് മക്കളെയും പേരമക്കളെയും കണ്ട്, അവരുടെ മക്കളെയും കണ്ടിട്ട് മരിക്കുന്ന ഒരു മരണം എവിടെയും കേൾക്കലില്ലപ്പ. ഞാൻ എന്റെ വക പറഞ്ഞതല്ല. ഒരു 10 മരിച്ചോടുത്ത് പോയ കാര്യം ഒന്ന് ഓർത്താ മതി. 8 എണ്ണവും വേഗത്തിലുള്ള മരണങ്ങളാണ്. ആ ഒരു കാലഘട്ടത്തിൽ 90 വയസ്സുകാരൻ കിടപ്പ് കിടന്ന് അങ്ങനൊരു മരണം ഇവിടെ ഇല്ല. അത് ലോകാവസാനത്തിനൊരു പ്രധാന അടയാളമായിട്ട് തന്നെ കാണണം. ആ സാഹചര്യത്തെ മനസ്സിലാക്കിയാൽ 30 വയസ്സുകാരന് ഹജ്ജിന് പോവാം. ആ സാഹചര്യത്തെ മനസ്സിലാക്കിയാൽ ഇത് നിസ്കാരം ഫർളായി എന്ന് മക്കളെ ധരിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ മക്കളെ കുറിച്ചൊരു ധാരണ സ്വയം ഉണ്ടാക്കുന്ന പോലെ, ഹജ്ജ് ഫർളായി എന്ന് ധരിപ്പിക്കലും നമുക്ക് നിർബന്ധമാണ്. പിശാച് ഇടപെടാണ്. എന്റെ പ്രിയമുള്ളവർ, എന്റെ വാപ്പ മിസ്കീനായി ജീവിച്ചു മരിച്ച മനുഷ്യനാണെന്ന് പറയുമ്പോൾ, ഒരിക്കൽ ഒരു വാപ്പ മരിച്ചു. ആ വാപ്പയുടെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഏക്കർ കണക്കിന് ഭൂമിയുള്ള മകൻ അത് സ്വന്താക്കി. മയ്യത്തെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ ചെവിയിലൊന്ന് പറഞ്ഞു. വാപ്പയുടെ ബാധ്യതയെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കി വെക്കണം, വാപ്പക്ക് അള്ളാഹുവോടൊരു ബാധ്യത ഉണ്ട്. ഒരു ഉംറ പോലും ഈ വാപ്പ ചെയ്തിട്ടില്ല. ഈ മോന് വേണ്ടി കൂട്ടിവെച്ചത് മുഴുവൻ. അതുകൊണ്ട് വാപ്പാക്ക് ഹജ്ജ് ഫർളാണ് എന്ന് ഞാൻ ആ മകന്റെ ചെവിയിൽ പറഞ്ഞപ്പോ ആ മകന്റെ ബോധം എത്ര ഉണ്ടെന്ന് ചിന്തിക്കണം. എന്നോട് തിരിച്ചു പറഞ്ഞു, ഉസ്താദേ, അടുത്ത ആഴ്ച ഉമ്മാനെ ഞാൻ ഉംറക്ക് വിടാനിരുന്നാണ്. അതായത് വാപ്പാക്ക് ഹജ്ജ് ഫർളായതിന് പകരം ഉംറ ചെയ്താൽ മതി എന്നാണ് ഈ സാധ മനസ്സിലാക്കിയത്. അവിടെ നമ്മുടെ സമുദായം നിൽക്കുന്നത്. ഇതൊക്കെ കുറെ പണക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. പണക്കാരുടേതെന്ന് പറഞ്ഞിട്ടൊരു അമല് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ഈ സാഹചര്യത്തിൽ പറ്റില്ല. ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇന്ന് ഒരു മനുഷ്യന് സാമ്പത്തികം ഏൺ ചെയ്യാനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക്, ഒരു വലിയ ആശുപത്രിയിലേക്ക് ഒരു പാവപ്പെട്ടവന്റെ ചികിത്സയുമായാണ് സമീപിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലുകാർക്ക് ഭയങ്കര സന്തോഷം. കാരണം വാട്സാപ്പ് പിരിവ് അപ്പൊ തുടങ്ങും. ഏറ്റവും ഗ്യാരണ്ടി ഉള്ള കേസ് ഈ പാവപ്പെട്ടവന്റെ ചികിത്സ. അവിടെ പേശലില്ല, കാരണം പൈസ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിലേക്ക് സാമ്പത്തികമായ മനുഷ്യർക്ക് വലിയൊരു സൗകര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഹജ്ജിന്റെ വിളി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെന്ന് നമ്മൾ നമ്മെ ആദ്യം ബോധ്യപ്പെടുത്തണം. നമുക്കത് നിർബന്ധമായിരുന്നുവെന്നെന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സൗകര്യങ്ങൾ ഉണ്ടായിട്ട് മനസാക്ഷി അത് ബോധ്യപ്പെടാതെ ജീവിച്ചവനെ, നിന്റെ മരണം കുഫ്റിലാ. സയ്യിദുനാ റസൂലുള്ളാഹി ഹജ്ജ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പരമാവധി അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇക്കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയ ഒരാള് മിനയെ കുറ്റപ്പെടുത്തിയിട്ട് വാട്സാപ്പിൽ ഒരു വോയിസ് ഇട്ടുത്തരേ. എന്തുട്ട് സൗകര്യം അവിടെ ഉള്ളത്? എടോ മിന ഇബ്രാഹിമി ചിന്തയാണ്. മിന ഖബറാണ്, മിന ഖബറാണ്, മിന ഖബറാണ്. ഹജ്ജിന് പോകുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ സമ്പുഷ്ട കാലഘട്ടത്തിലും ജീവിച്ചതിനെ മറക്കലാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഇബ്രാഹിമി ജീവിതത്തിന്റെ അനുകരണത്തിന്റെ 6 നാളുകളാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഒരു ജനാസ പൊതിയുമ്പോൾ എങ്ങനെയോ
അങ്ങനെയാണ് ഹജ്ജിന്റെ നാളുകളിൽ പണമുള്ളവന്റെ വിശപ്പിന് വയറിന്റെ നൊമ്പരം എങ്ങനെയോ പണമില്ലാത്തവന്റെ എങ്ങനെയോ സമമാണെന്ന് ചിന്തയാ ഹജ്ജ്. കിലോമീറ്ററുകളോളം നടക്കണം. ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, വാദത്തിന്റെ പ്രയാസമുള്ളവരുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി നടന്നതാണ്. ആ മനുഷ്യന്റെ പാദം പറിച്ചു വെച്ചത് പുണ്യമാണ്. നീയും ഹജ്ജിൽ കിലോമീറ്ററുകളോളം നടക്കണം. എത്രയോ കിലോമീറ്ററുകൾ തീഷ്ണമായ ചൂട് നിന്റെ ശരീരത്തിൽ രക്തം തിളച്ചുകൊണ്ടും നീ തളർന്നൊട്ടിയിട്ടുമെന്ന് നടക്കണം. ഇങ്ങനെയാണോ ഹജ്ജ്? ഒരാൾ പറഞ്ഞു 10 കൊല്ലത്തേക്കുള്ളത് ഒന്നിച്ച് നടന്നു ഞാൻ എന്റെ ഹജ്ജില്. എന്റെ പ്രിയമുള്ളവരെ, അത്രയും നടന്ന ആ മനുഷ്യന്റെ കാല് സ്വർഗത്തിന്റെ ശിലയുടെ മുകളിൽ വെച്ചപ്പോഴും ആ കാലിന്റെ ദൃഢമായ ഭക്തിയുടെ മുന്നിൽ സ്വർഗത്തിന്റെ ശില പോലും അടയാളം സ്വീകരിച്ചുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ ആ ശില ഇപ്പോഴും ഒരു സ്വർണത്തിന്റെ ചെത്തിനകത്ത് കഅബയുടെ മുന്നിലുണ്ട്. واتخذوا من مقام إبراهيم مصلى. ആ സ്വർഗത്തിന്റെ ശിലയാണ് മഖാം ഇബ്രാഹിം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഒരു ഹെഡിങ്, റഹ്ലാത്ത് ഇബ്രാഹിം. ഇബ്രാഹിം നടന്ന യാത്രകൾ അലൈഹിസ്സലാം. നടക്കലാ കൂടുതലുള്ളത്. എത്രയാ നടന്നത്? അല്ലാഹു തൗഫീഖ് ചെയ്താൽ ആ നടത്തം ഒരു ദിവസം നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന് ആഗ്രഹിക്കൂ, ഹജ്ജിന് വേണ്ടി മോഹിക്കൂ, ഹജ്ജിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലൂ. ഹജ്ജിന് വേണ്ടി ചൊല്ലേണ്ട സ്വലാത്ത് اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم എന്ന് തുടങ്ങി ഇന്നക ഹമീദുൽ മജീദ് അവസാനിക്കുന്ന സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. വലിയ അസറാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് അമലിലേക്ക് എത്താൻ തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിന്റെ ഹരിതാപകാലങ്ങളിൽ ഹജ്ജ് എന്ന ചിന്തയും മോഹവുമായി നടക്കുന്ന യൗവനങ്ങളുണ്ട്. അതുപോലെ ചിന്തിക്കാൻ, നമ്മുടെ താൽക്കാലിക താല്പര്യങ്ങളൊക്കെ മാറ്റി നിർത്തി മനസ്സിനൊന്ന് സ്ഫുടം ചെയ്യാൻ, ആരോഗ്യമുള്ളപ്പോൾ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു അമലാണ് ഹജ്ജ് എന്ന ബോധത്തിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം സാമ്പത്തികമായ കുറവുകൾ പരിഹരിക്കാൻ അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. അല്ലാഹു അതിലേക്ക് നമ്മെ അടുപ്പിക്കും. ആഗ്രഹിക്ക, റബ്ബിനോട് ചോദിക്കുമ്പോ ചെറുത് ചോദിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചില ആളുകൾ ദ്വാരക്ക് മുറിച്ചവനെ എങ്ങനെയും ഒരു ഉംറ ചെയ്താൽ മതി. അങ്ങനെയല്ല, അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഇല്ല. മൂപ്പരുടെ കയ്യിലുള്ള എമ്പാട് കൊടുക്കാനുണ്ട്. മിനിമം ഒരു BMW ഒക്കെ ചോദിക്കാം അള്ളാഹുവോട്. കാരണം അള്ളാന്റെ കയ്യിലുള്ളത് കൊടുത്താൽ തീരും എന്നുള്ള ഒരു ധാരണയിൽ നമ്മള്, അല്ലെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ധാരണയിൽ നമ്മൾ കുറച്ച് ചോദിക്കാം. അങ്ങനെയല്ല, മതിവരോളം ഹജ്ജ് ചെയ്യണം, മതിവരോളം എനിക്ക് ഉംറ ചെയ്യണം. ഹറമിന്റെ അകത്തെ മരണം പോലും മോഹിക്കുന്നവരുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ വിശാലമായ ഒരു സ്ഥാപനം, ഒരു വലിയ സൗകര്യമുള്ള സ്ഥാപനം, അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഖത്തറിലുള്ള ഒരു സഹോദരൻ വെറുതെ ഒന്ന് ചോദിച്ചു. 19 ലക്ഷം രൂപയുടെ ഒരു ബാക്കി നിർമ്മാണം കൂടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് ഇപ്പൊ തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം, ഒരു കാര്യത്തിന് അങ്ങോട്ട് ദ്വാരുന്ന മതി. എന്താ കാര്യം? എനിക്ക് മദീന കിടന്നു മരിക്കണം, മൂപ്പർക്ക് വേറെ ഒന്നും വേണ്ട. ഹറമിനെ മോഹിക്കണം, ഹറമിനെ ആഗ്രഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഹജ്ജിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് കബൂലാക്കണേ അല്ലാ. ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ പല ആവശ്യങ്ങളും ഉദ്ദേശിച്ച് പലരും പള്ളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. സുഖമില്ലാത്ത ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. ജോലിയിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു,
അവരുടെയും ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും തൊഴിലിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, ഈ വർഷം ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നീ വിളിച്ചിട്ടുള്ള മഹാന്മാരായ എല്ലാ ഹാജിമാർക്കും നീ ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മഹല്ല് തലങ്ങളിൽ നിന്നും ഹജ്ജിന് പോകുന്നവർക്ക് എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് മോഹമുണ്ട് അല്ലാഹ്. മരണത്തിന് മുന്നേ നിന്റെ പരിശുദ്ധമായ 3 ഹറമുകളിലേക്കും ആവർത്തിച്ചെത്താനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ പള്ളിയോട് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. കിട്ടാനുള്ള പണം എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അർഹതപ്പെട്ടത് പലരുടെയും കയ്യിൽ പെട്ടുപോയ പലരും ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. കടബാധ്യതകൾ ഉള്ളവരുണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതല്ലേ അല്ലാഹ്, നീ വീട്ടിത്തരണേ തമ്പുരാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഉസ്താദുമാർക്ക് ചിലവിന് നൽകുന്ന കുടുംബങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ചെറുതും വലുതുമായ സംഭാവനകൾ ടിന്നുകളിൽ നൽകുന്നവരുണ്ട്, ടിൻ കളക്ഷനിൽ സഹകാരികളാകുന്നവരുണ്ട്. അല്ലാഹുവേ, ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.